എന്തിനെയെങ്കിലും ഭയന്നാണ് എല്ലാവരുടെയും ജീവിതം. ഒന്നുകിൽ പരാജയം, അതല്ലെങ്കിൽ ദുഷ്പേര്, അതുമല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ, അതും പോരെങ്കിൽ മാറാ രോഗങ്ങൾ. അതിനും അപ്പുറത്തായി ചിന്തിക്കുമ്പോൾ ധനനഷ്ടം, ഭാവി ചിന്തകൾ, ഇങ്ങനെ പോകുന്നു ഓരോ കാരണങ്ങൾ. നമ്മൾ എന്തിനെയാണോ ഭയക്കുന്നത് അത് നമ്മെ തളർത്തും. മുന്നേറുവാൻ ഒരിക്കലും അത് അനുവദിക്കില്ല. അതൊന്നും എന്നെ തകർക്കില്ല എന്നുള്ള വിശ്വാസം ഉള്ളിൽ പാകപ്പെടുത്തിയെടുക്കണം. ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോയാൽ സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ജീവിതവും നയിക്കാൻ നമുക്ക് സാധിക്കും. ഭയത്തിൽ ജീവിതം മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങൾക്കും തോൽവി തന്നെ കാണേണ്ടി വരും. മനസ്സിലെ ഉത്കണ്ഠകൾ മാറ്റി നിർത്തി സധൈര്യം ജീവിതത്തെ അതിമനോഹരമാക്കാൻ നമുക്ക് കഴിയും. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക, അതിന് ദൈവത്തിലുള്ള വിശ്വാസവും പ്രാർത്ഥനയും ആവശ്യമാണ്. ദൈവം എനിക്ക് കരുത്ത് തരും, ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ദൈവിക വാഗ്ദാനം മതി ഇപ്പോൾ നിങ്ങൾ ഭയക്കുന്നതിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ. സ്വയം പറയൂ, മനസ്സേ വ്യാകുലം അരുതേ. വ്യാകുലതയെ അതിജീവിക്കാൻ ഒന്നാമതായി ആഴമേറിയ വിശ്വാസം നമ്മിൽ ഉണ്ടാകട്ടെ. വ്യക്തികളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മളിൽ തന്നെ നമുക്ക് വിശ്വാസം വേണം. അതിലുപരി എന്നെ നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം എനിക്കുണ്ട് എന്ന് നാം പൂർണ്ണമായും വിശ്വസിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കും സാധിക്കും. അതുകൊണ്ട് എന്തൊടുക്കും, ശരീരത്തിനായി എന്ത് കൊടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? ഇതാണ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശവും നമ്മളോടുള്ളതായ കരുതലും. അതുകൊണ്ട് തളരരുതേ മനമേ, വ്യാകുലം അരുതേ. സർവശക്തൻ നമുക്കൊപ്പമുണ്ട്. കൃപയോടെ നമുക്ക് മുന്നേറാം. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.